ആദിക്കോട് അലക്സ പബ്ലിക് സ്കൂളിൽ അക്സ ആർട്ട് ഫെസ്റ്റിന് തുടക്കമായി. കൗമാരത്തിന്റെ കലാമേളയ്ക്ക് പ്രശസ്ത തിരക്കഥാകൃത്തും സംസ്ഥാന അവാർഡ് ജേതാവുമായ PS റഫീഖ് ഉദ്ഘാടനം നിർവഹിച്ചു. ബാല്യകാലത്ത് തന്നെ കലാവാസനകളെ പരിപോഷിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഉദ്ഘാടകൻ വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തി. നിങ്ങളുടെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും നിറഞ്ഞ ജീവിതത്തിന്റെ സ്വർഗത്തിലാണ് സത്യത്തിൽ നിങ്ങളുള്ളത്. ഈ കാലത്ത് പലപ്പോഴും മുതിർന്നവർ നിങ്ങളെക്കുറിച്ച് പറയുന്നത് പുതിയ കുട്ടികൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. മിക്കവാറും അവർ മൊബൈലിനുള്ളിലാണ്. എന്തെങ്കിലും ഉപദേശിക്കാൻ പോകുമ്പോൾ ഉടൻ അവർ പറയുന്നത് നിങ്ങൾക്ക് തണ്ടവൈബാണ്. ഞാൻ ആലോചിക്കാറുണ്ട്, എന്താണ് ഈ തണ്ടവൈബ്? മിക്കവാറും കുട്ടികൾക്ക് ഉപദേശമോ പ്രസംഗമോ ഒന്നും ഇഷ്ടമല്ല എന്നാണ് പറയാറ്. പ്രസംഗത്തെ കുറിച്ചൊരു ചെറിയ തമാശ കഥ പറയാം. ഒരു ക്രിസ്ത്യൻ പള്ളിയില് അറിയാലോ, ക്രിസ്ത്യൻ പള്ളി കുർബാന എല്ലാ ഞായറാഴ്ചയും കുർബാനയുണ്ട്. കുർബാനയ്ക്ക് ശേഷം അച്ഛൻ പ്രസംഗിക്കും, അവിടുത്തെ വികാരി പ്രസംഗിക്കും. അപ്പൊ അച്ഛന്റെ പ്രസംഗം ഭയങ്കര ബോറാണ്, ആരും ശ്രദ്ധിക്കില്ല. പലരും ഉറക്കം തോന്നും, നിങ്ങളെ പോലെ പരസ്പരം വർത്താനം പറയും, തലചൊറിയും. സ്കൂൾ മാനേജർ PM മുഹമ്മദ് സുഹൈൽ അധ്യക്ഷത വഹിച്ചു. ഒരു നല്ലൊരു അതിഥിയെ കൊണ്ടുവന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യിച്ച് വളരെ വിപുലമായിട്ടാണ് നടത്തുന്നത്. കാരണം ഈ വർഷം മുതൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ കലാകായിക രംഗത്ത് മികവ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനം എന്ന നിലക്കാണ് ഇന്നിവിടെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. നമ്മുടെ ഈ വർഷത്തെ അജണ്ട നമ്മുടെ സ്കൂള് തൃശൂർ ജില്ലയിൽ ഏറ്റവും മികച്ചതാവണമെന്നുള്ളതും ഒപ്പം തന്നെ ഇത്തരം മേളകളിൽ പ്രിൻസിപ്പൽ മുഹമ്മദ് നൂഹ്മാൻ, ജനറൽ സെക്രട്ടറി EK ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ അക്കാദമിക് കോർഡിനേറ്റർ മുജീബ് റഹ്മാൻ സ്വാഗതവും ആർട്സ് സെക്രട്ടറി ആമിന ഹിൽമി നന്ദിയും പറഞ്ഞു. ഒളിഞ്ഞുകിടക്കുന്ന കലാവാസനകളെ, സർഗവാസനകളെ പുറത്തെടുക്കുവാനുള്ള ഒരവസരമായി ഈ കലാമത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ഇത് കലാമേളകളുടെ കാലഘട്ടമാണ്. ഇവിടെ അങ്ങോട്ട് 2-3 മാസങ്ങളായി എല്ലാ വിദ്യാലയങ്ങളിലും അതുപോലെ മേൽത്തലങ്ങളിലുമെല്ലാം തന്നെ കലാമേളകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പല വിദ്യാലയങ്ങളിലും ഇത്തരം കലാമേളകൾ ഒരു പേരിന് മാത്രം നടത്തുമ്പോൾ ചില വിദ്യാലയങ്ങളിലൊക്കെ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി എല്ലാ കുട്ടികളുടെയും സർഗ കലാശേഷി പരിപോഷിപ്പിക്കുന്ന തരത്തിൽ മാതൃകാപരമായി നടക്കുന്നു. നമ്മുടെ വിദ്യാലയത്തിൽ ആ രൂപത്തിൽ ഇന്ന് 5 വേദികളിലായി ഏറെക്കുറെ എല്ലാ വിദ്യാർത്ഥികളും അവരുടെ ഏതെല്ലാം മേഖലകളിലാണ് സർഗ കലാ വാസനകൾ ഉള്ളത് അത് മനസ്സിലാക്കി അത് പരിപോഷിപ്പിക്കുവാനുള്ള വളരെ സജീവമായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ